ക്യൂർ മെന്ററിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷൻ നമ്മൾ ആരംഭിക്കുന്നത് 5th സെമസ്റ്റർ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ബേസിക് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറാണ്. ബേസിക് അക്കൗണ്ടിംഗ്. ഓക്കെ, ഇതൊരു ഓപ്പൺ കോഴ്സ് ആണ്, ഓപ്പൺ കോഴ്സ് പേപ്പറാണ്. ഇവിടെ ബേസിക് അക്കൗണ്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു +1 കൊമേഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥി പഠിക്കുന്ന ഒരു 4ൽ ഒരു ഭാഗം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബേസിക് അക്കൗണ്ടൻസിയിൽ വരുന്നുള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ്. ഇവിടെ 2014 അഡ്മിഷൻ ഓൺവേർഡ്സ് ആണ്. അപ്പോൾ 2014 മുമ്പുള്ള അഡ്മിഷൻ, 2011 അഡ്മിഷൻ ഒക്കെ ഈ ഒരു ക്ലാസ് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചും കൂടെ മൊഡ്യൂൾസ് കാര്യങ്ങളൊക്കെ കുറവാണ്, മൊഡ്യൂൾ വരുന്നത് കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് മൊഡ്യൂൾസ് അധികമാണ്. ഓക്കെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ അധികമായിട്ടുള്ളതാണ്. 2011 അഡ്മിഷനിൽ ഈ ഒരു ഏരിയ അവർക്ക് വരുന്നില്ല. സോ എന്ത് ചെയ്യുക, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. സോ നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്. ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ആണ് ചാപ്റ്റർ 1. ചാപ്റ്റർ 2 വരുന്നത് ഒറിജിൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ സബ്സിഡറി ബുക്സിനെ കുറിച്ചാണ്. നാലാമത്തെ ചാപ്റ്റർ ട്രയൽ ബാലൻസ്. അഞ്ചാമത്തെ ചാപ്റ്റർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ആറാമത്തെ ചാപ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ. ഓക്കെ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. പിന്നെ ഏഴാമത്തത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ഇൻഡെക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഫസ്റ്റത്തെ ചാപ്റ്റർ വരുന്നത് ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നമ്മളെ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അക്കൗണ്ടിങ് എന്താണ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ കുറെ ടേംസുകൾ, കോൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ, ഇതറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള കുറച്ച് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഈ ബിസിനസ് ടേംസ് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതില് നമുക്ക് നോക്കാം മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, ഫസ്റ്റത്തേതാണ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെ? അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഇതിനു വേണ്ടിയിട്ട് അത് റെക്കോർഡ് ചെയ്യാനും, ക്ലാസിഫൈ ചെയ്യാൻ, സമ്മറൈസ് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ, ഇന്റർപ്രറ്റ് ചെയ്യാൻ, അതിനുശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിളായിട്ട്. ഓക്കെ, ഇവിടെ അക്കൗണ്ടിങ് എന്ന് അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ബിസിനസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റി വേർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ എക്സ്ചേഞ്ച് ഫോർ മണി. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ്? ക്യാഷിന് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഈ പറയുന്ന ബിസിനസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എക്കണോമിക് ആക്ടിവിറ്റി ഓർ എനി ഓർഗനൈസേഷൻ ദാറ്റ് ഇൻവോൾവ്സ് പർച്ചേസ് ആൻഡ് സെയിൽ ഓർ വാട്ട് വി കോൾ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ മണി എന്നുള്ളതാണ് ഒരു ബിസിനസിന്റെ നമ്മൾ മീനിങ് പറയാം. ഓക്കെ, ഈ ബിസിനസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കൊമേഴ്സ് എന്നും ഒന്ന് ഇൻഡസ്ട്രി എന്നും. ഈ ഇൻഡസ്ട്രിയെ നമുക്ക് മൂന്നായിട്ട് വീണ്ടും തരംതിരിക്കാൻ പറ്റും. ഒന്ന് മാനുഫാക്ചറിങ് കൺസേൺ എന്നും, രണ്ടാമത്തത് ട്രേഡിംഗ് കൺസേൺ എന്നും, മൂന്നാമത്തത് സർവീസ് കൺസേൺ എന്നും വിളിക്കാം. അപ്പൊ ട്രേഡിംഗ് കൺസേൺ എന്താ ചെയ്യുന്നത്? ട്രേഡിംഗ് കൺസേണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഗുഡ്സ് വാങ്ങുന്നു, അവർ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. ഓക്കെ, അതിന്റെ എന്താണ് MRP റേറ്റിൽ അവർ വിൽക്കുന്നു. സോ അങ്ങനെ വാങ്ങുക, വിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങുക, ഫിനിഷ്ഡ് ഗുഡ്സ് തന്നെ വിൽക്കുക എന്നുള്ളതാണ്. മാനുഫാക്ചറിങ് കൺസേണിന്റെ പ്രത്യേകത വെച്ചാൽ അവർ മാനുഫാക്ചർ ചെയ്യും, അല്ലെ? പ്രൊഡക്ട്സ്, അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആയിരിക്കും. അവർ വാങ്ങുന്ന പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പൊ റോ മെറ്റീരിയൽസ് വാങ്ങി അത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ടായിരിക്കും അവർ വിൽക്കുന്നത്. അതാണ് പ്രത്യേകത. സർവീസ് കൺസേണിന്റെ പ്രത്യേകത എന്താണ്? സർവീസ് കൺസേൺ എന്ന് പറയുമ്പോൾ അവരുടെ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യില്ല, അവർക്ക് ഗുഡ്സ് ഇല്ലല്ലോ. നേരെ മറിച്ച് അവർ ചെയ്യുന്നത് എന്താണ്? സർവീസസ് ആണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സർവീസിനാണ് അവർ ക്യാഷ് ഈടാക്കുന്നത്. ഓക്കെ, സർവീസ്, അതായത് ഉദാഹരണത്തിന് ഹോസ്പിറ്റലോ, അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് ഫോംസ് ഒക്കെ ഇല്ലേ, അതുപോലെ ലീഗൽ ഫോംസ്, ഇവരൊക്കെ എന്താണ്? സർവീസ് ആണ് കൊടുക്കുന്നത്, അല്ലെ? അപ്പോൾ ആ സർവീസിന് നമ്മൾ എന്ത് ചെയ്യണം? ഫീസ് കൊടുക്കണം. ആ ഒരു രീതിയാണ് ഈ സർവീസ് കൺസേൺ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് വരും, പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയാണ് തന്നെ അത് പോകുന്നത്. ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. സർവീസ് കൺസേൺ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത്രേ വരുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷന്റെ രീതിയിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിസിനസ്സിലാണ് എന്ത്? അക്കൗണ്ടിങ് കൊണ്ട് ആവശ്യം. ഓക്കെ, ബിസിനസിന്റെ കണക്കും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക,
അത് എന്ത് ചെയ്യാം, അതിനൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുക, അതിനൊക്കെ ഒന്ന് സമറൈസ് ചെയ്യുക. അതിനുശേഷം അതെന്ത് ചെയ്യാം, നമ്മളത് മനസ്സിലാക്കിയതിനു ശേഷം അത് വേണ്ടപ്പെട്ടവർക്ക് ആ ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ഈ അക്കൗണ്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് ചെയ്യുന്നത്, ഒരു ബിസിനസ്സിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ആലോചിക്കുന്നത്. സോ ഇത് നോക്കാം മീനിങ് എന്താണ്. അക്കൗണ്ടിങ്ങിന്റെ മീനിങ്: അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമറൈസിങ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് എ ഫോം. അപ്പൊ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നതാണ് സിസ്റ്റം. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് സിസ്റ്റമാണ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ എന്താണ് ചെയ്യുന്നത്, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, റെക്കോർഡ് ചെയ്യണം. നമുക്ക് കിട്ടുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. ഈ റെക്കോർഡിംഗ് ചെയ്യുന്നതിന് നമ്മൾ ജേണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് പറയുകയാണ് ക്ലാസിഫൈ ചെയ്യണം. ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. അതിനെ നമ്മൾ വിളിക്കും ലെഡ്ജർ. ഓക്കെ, മൂന്നാമതായിട്ട് അത് സമറൈസ് ചെയ്യണം. ഓക്കെ, ആ സമറൈസ് കിട്ടി ക്ലാസിഫൈ ചെയ്തതിനൊക്കെ എന്ത് ചെയ്യണം, സമറൈസ് ചെയ്യണം. അതിന് നമ്മൾ വിളിക്കും ട്രയൽ ബാലൻസ്. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യണം. ഓക്കെ, അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് അനലൈസ് ചെയ്യുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു. എത്രയാണ് പ്രോഫിറ്റ്, എത്രയാണ് ലോസ്, ബിസിനസിന്റെ ആസ്തി എത്രയാണ്, ബിസിനസിന്റെ ബാധ്യത എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റിപ്പോർട്ട് ചെയ്യുന്നു. കിട്ടിയ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറയും. അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇൻഫർമേഷൻ ഒക്കെ എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആദ്യമായിട്ട് അത് പ്രാഥമിക ദൗത്യം, അക്കൗണ്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് എന്താണ്, അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കുന്നത്. റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ, സമറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഓക്കെ, ഇതാണ് മീനിങ്. ഇനി അതിന്റെ മറ്റൊരു മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അക്കൗണ്ടിംഗ് ഈസ് എ സിസ്റ്റം ദാറ്റ് അക്സെപ്റ്റ്സ് ഡാറ്റ ആസ് ഇൻപുട്ട്, പ്രോസസ് ദ സെയിം, ഗീവ്സ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പൊ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതിനെന്താണ്, നമ്മളൊരു കമ്പ്യൂട്ടറിനോട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുക, ഒരു ഡാറ്റ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, ഡാറ്റ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇൻപുട്ടുകൾ സ്വീകരിക്കുന്നു, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, അത് പ്രോസസ് ചെയ്യുന്നു, അത് പ്രോസസ്സിന് വിധേയമാക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിന് അനുപാതികമായിട്ട് അല്ലെങ്കിൽ അനുബന്ധമായിട്ട് ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നു ഔട്ട്പുട്ട് ആയിട്ട്. ഓക്കെ, അതിനെ നമ്മൾ ഇൻഫർമേഷൻ എന്ന് വിളിച്ചു. എന്നിട്ട് ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് അതിന്റെ ഒരു ടെക്നിക്കൽ വശത്തിൽ നമുക്ക് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +1 കൊമേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഇനി ഡെഫിനിഷനിലേക്ക് വേഗം പോവാണ്. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, AICPA, അതിന്റെ അബ്രിവേഷൻ. Accounting is the art of recording, classifying and summarizing in a significant manner in terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof. ഈ ഡെഫിനേഷൻ എന്താണെന്ന് മനഃപ്പാടമാക്കി വെക്കുക. ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡെഫിനേഷൻ എഴുതാവുന്നതാണ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓർ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നും മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ എന്താണോ ഡെഫിനേഷനിൽ പറഞ്ഞത്, നമ്മൾ എന്താണോ മീനിങ്ങിൽ പറഞ്ഞത്, അതേ പോയിന്റ്സ് തന്നെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ടും ഫംഗ്ഷൻ ആയിട്ടും നമ്മൾ എഴുതുന്നത്. ഒന്നാമത്തത് റെക്കോർഡിങ്. ഫസ്റ്റ് എന്താ, അതിന്റെ പ്രാഥമിക ഫംഗ്ഷൻ, ദ ബേസിക് ഫംഗ്ഷൻ, ദ ഫണ്ടമെന്റൽ ഫംഗ്ഷൻ, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് എന്നാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അതിനൊരു ഫിനാൻഷ്യൽ ക്യാരക്ടർ, മണിപരമായിട്ട് ക്യാഷ് അല്ലെങ്കിൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അല്ലാത്ത ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. പണപരമായിട്ട് അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ്, അതാണ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഓക്കെ, ഫിനാൻഷ്യൽ ക്യാരക്ടർ ആയിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുകയുള്ളൂ. സോ റെക്കോർഡ് ചെയ്ത് വെക്കണം. നമുക്ക് കിട്ടുന്ന ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ജേണൽ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ജേണൽ എന്നാണ് വിളിക്കുന്നത്. ജേണൽ ബുക്ക് പ്രിപ്പയർ ചെയ്യുക, അതായത് ജേണലൈസ് ചെയ്യുക. ട്രാൻസാക്ഷൻ എന്താണ് ചെയ്യുന്നത്, ജേണൽ എൻട്രി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് എവിടെ റെക്കോർഡ് ചെയ്യുന്നു, ഒരു ജേണൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അതാണ്. ഇനി രണ്ടാമത്തത് ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. നമ്മൾ എഴുതി വെച്ച ട്രാൻസാക്ഷൻസ്, അതായത് ജേണൽ ബുക്കിൽ നമ്മൾ എഴുതി വെച്ച ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു, അതിനൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുന്നു. അതിന്റെ ഹോമോജിനിറ്റി അനുസരിച്ച് അതിൽ ഒരേ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് നമ്മൾ അതിന് മാറ്റുന്നു, ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഓക്കെ, ഇതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടെ ചെയ്യുന്നു, ലെഡ്ജറിൽ ചെയ്യുന്നു. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ ട്രാൻസാക്ഷൻസും അതിന്റെ നേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്ത് ഓരോ സെപ്പറേറ്റ് അക്കൗണ്ടുകളാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ലെഡ്ജർ എന്ന് പറയുന്ന ഒരു വലിയ ബുക്കാണ്. നമ്മൾ ഇനി പഠിക്കാനുണ്ട് എന്താണ് ലെഡ്ജർ, ഡീറ്റെയിൽ ആയിട്ട് വശങ്ങൾ എഴുതുന്നുണ്ട്. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്ജർ പ്രിപ്പറേഷൻ ആണ്.
മൂന്നാമത് സമ്മറൈസ് ചെയ്യുക. ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളൊന്ന് സമ്മറൈസ്, അതൊരു സമ്മറൈസ്ഡ് ഫോം ആക്കുന്നു, കൺക്ലൂഡ് ഫോം ആക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ലെഡ്ജർ എന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രയൽ ബാലൻസ് ആക്കി മാറ്റുക ചെയ്യുന്നത്. ട്രയൽ ബാലൻസ്, ഓക്കെ, അതിനാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുക. ട്രയൽ ബാലൻസ് ആക്കി നമുക്ക് വേണ്ട ഇൻഫർമേഷൻ, അതായത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ട്രയൽ ബാലൻസ് ആക്കി മാറ്റി ഇൻകം സ്റ്റേറ്റും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് സമ്മറൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് ആ ഒരു ഡാറ്റയെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത ഡാറ്റയൊക്കെ എന്ത് ചെയ്യാണ്, അതിനൊരു സമ്മറൈസ്ഡ് ഫോമിലേക്ക് മാറ്റുന്നതിനാണ് സമ്മറൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുക. ഇനി അടുത്തതാണ് ഡീലിംഗ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ മണി ഓർ മണീസ് വർത്ത് എന്ന് പറയാം. മണി ഓർ മണീസ് വർത്ത്, പണമോ പണത്തിന് തുല്യമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തതൊന്നും എവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. അഞ്ചാമതായിട്ട് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്, ഇതെന്ത് ചെയ്യണം, കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സമ്മറൈസ്ഡ് ഇൻഫർമേഷൻ ചെയ്യണം, അത് മനസ്സിലാക്കണം, അനലൈസ് ചെയ്യണം, അതിന് ഇന്റർപ്രറ്റ് ചെയ്യണം, അതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് പ്രോഫിറ്റ് ആണോ, നമ്മുടെ ബിസിനസിന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണ്, അതായത് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം, അതിനനുസരിച്ച് തീരുമാനമെടുക്കണം. അതാണ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. ഇനി അത് എടുത്തതിന് ശേഷം, ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് ആറാമത്തെ പോയിന്റ്, കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, ആ കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ചാൽ ഈ ഇതിന് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറയും. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻ കൈമാറ്റം ചെയ്യണം. ഓക്കെ, അടുത്തത് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഫീച്ചേഴ്സ്, അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്താണ്? ഒന്നാമതായിട്ട് അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട്. ഓക്കെ, അക്കൗണ്ടിങ് ഒരു ആർട്ടാണ്. കാരണം എന്താണ്, അത് നമ്മൾ എഴുതി തയ്യാറാക്കുന്നതാണ്. ഇറ്റ്സ് ഇൻ ഫോം ഓഫ് റെക്കോർഡിങ്, റിട്ടേൺ ആണ്, എഴുതി തയ്യാറാക്കുന്നത് കൊണ്ട് നമുക്കതിനെ ആർട്ട് എന്ന് പറയാം. ഇറ്റ്സ് എ പ്രാക്ടീസ്, എന്താ, ഒരു നോളജ് പ്രാക്ടീസ് ചെയ്യല്ലേ, നമുക്ക് കിട്ടിയ ഒരു അറിവ്, നമുക്കുള്ള ഒരു അറിവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിനെ നമുക്ക് ആർട്ട് എന്ന് പറയാം. രണ്ടാമതായിട്ട് അക്കൗണ്ടിങ് ഈസ് എ സയൻസ്. അക്കൗണ്ടിങ് ഒരു സയൻസുമാണ്. എന്താണ്, ഇതിനൊരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അതിന് ചെലവുണ്ട്, കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെലവുണ്ട്. ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിന് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിനുള്ള ചെലവ് എന്തായിട്ട് മാറുന്നു, ആ പ്രൊഡക്റ്റ് കൺസ്യൂമറായിട്ട് മാറും. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെലവാകുന്നത് എന്താണ്, അതിന് കോസ്റ്റ് എന്താണ്, അതിന് ചെലവാണ്, പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ട ചെലവ്. അപ്പൊ പ്രൊഡക്റ്റ് നിർമ്മിച്ചു, അതിന് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, സെല്ലിംഗ് പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്തു, ആ ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ മാർക്കറ്റിലെത്തി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിന് ലാസ്റ്റ് അറ്റ് ദ എൻഡ് എന്താ സംഭവിക്കുന്നത്, കസ്റ്റമർ അത് വാങ്ങി കൺസ്യൂം ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. സോ ഒരു കോസ്റ്റ് ടു കൺസ്യൂമർ എന്നുള്ള ആ ഒരു ദൂരമാണ്, അത് സയൻസ് ആണ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ഒരു കോസിന് ഒരു എഫക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് അക്കൗണ്ടിങ് ഈസ് എ സയൻസ് എന്ന് പറയുന്നത്. മൂന്നാമത് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ എന്താണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന, എന്താണ് അക്കൗണ്ടിങ് എന്താണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പൊ റെക്കോർഡ് ചെയ്ത് വെക്കുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫീച്ചർ. ഇനി നാലാമത്തെ ഫീച്ചർ പറയുന്നത് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അത് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മണി ഓർ മണീസ് വർത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മുടെ അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുകയുള്ളൂ, അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തുകയുള്ളൂ. അഞ്ചാമതായിട്ട് അക്കൗണ്ടിങ് ക്ലാസിഫൈസ് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിങ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നു. ഒരു രീതിയുണ്ട് അല്ലെ, ആ ഒരു രീതിക്ക് അനുസരിച്ച്, അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ആറാമതായിട്ട് അക്കൗണ്ടിങ് സമ്മറൈസ് ദ ക്ലാസിഫൈഡ് ഡാറ്റ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിങ്ങിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്ത ഡാറ്റയെ സമ്മറൈസ് ചെയ്യുന്നു. പിന്നെ ഏഴാമതായിട്ട് പറയാണ്, സമ്മറൈസ് ചെയ്ത ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. എട്ടാമതായിട്ട് പറയാണ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ. നമ്മൾ അനലൈസ് ചെയ്ത അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്ത ആ ഒരു ഇൻഫർമേഷൻ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റഡ് പാർട്ടീസിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു മീനിങ്, അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻസും ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും എന്ത് വന്നാലും ഒരേ കാര്യം തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, ഒരേ കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.